ഇന്നമാ ഉരീദു ദിക്റൻ ഉഖസ്സു ബിഹി, എനിക്ക് മാത്രമായൊരു ദിക്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മൂസ നബി അലൈഹി സ്വലാം പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു കൊടുക്കുന്നു. മൂസ നബിയെ വാനലോകങ്ങളും ഭൂമിലോകങ്ങളും മൊത്തം മീസാനിൽ ഒരു തട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിൽ വെച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാരം കൂടുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതകാലത്തുള്ള അമലുകൾ മുഴുവനും ഒരു തട്ടിൽ വെച്ച് അയാളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ അള്ളാഹു പൊറുക്കാത്ത ഒരു വൻകുറ്റമാകുന്ന ഒരു വ്യഭിചാരത്തെ ഒരു തട്ടിൽ വെച്ചപ്പോൾ അത് താഴ്ന്നുപോയി എന്നും ചരിത്രത്തിൽ കാണാം. എന്തേ ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്രയോ അമലുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുകളുടെ ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹുകളുടെ അമലുകളാണ്, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുകളാണ് ഈ വ്യഭിചാരം അതിനൊക്കെ കവർ ചെയ്തു പോകുന്നത്. എന്തേത് തമ്മിലുള്ള വ്യത്യാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരും അവരുടെ മനസ്സും വ്യത്യാസമുണ്ട്. ചിലരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറാണ് ആ പറഞ്ഞത്, അതിനർഹിക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ പവറാണ് ആ പറഞ്ഞത്. അല്ലാഹു അവരൊക്കെ മദദ് കൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഇഷ്ക് അത് ഒരു ബലാ ആണെന്ന് ഞാൻ പറഞ്ഞു. മഹാനായ ഇമാം നവവി അവിടുത്തെ റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ ആശിഖായി മരിച്ചവൻ ഷഹീദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ക് കുടുങ്ങി മരിച്ചവൻ, ഇഷ്ക് മുൻഹരിഫിനെ സംബന്ധിച്ചും അത് ബാധകമാണെന്ന് അഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയില്ലാതെ തന്റെ ബുദ്ധി വരെ ഇഷ്ക് കൊണ്ട് നഷ്ടപ്പെട്ട ആളുകൾ, പക്ഷെ അതിന്റെ പേരിൽ വേണ്ടാത്തതൊന്നും ചെയ്യരുത്. ഒരു പെണ്ണിനെ തൊടുകയോ അല്ലെങ്കിൽ അതുപോലുള്ള മഅശൂഖുമായിട്ട് ഇസ്ലാം അനുവദിക്കാത്ത ഭാഗങ്ങളിലൂടെ നീങ്ങിയാൽ ഈ ഫലമില്ല എന്നും അഇമ്മത്ത് വിശദീകരിച്ചതായി കാണാം. ഇഷ്ക് പലതിനോടും ഉണ്ടായിരിക്കും. അള്ളാഹുവിനോടുള്ള ഇഷ്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക്, അതാണ് നമ്മുടെ ചർച്ച. അതിൽ നാം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിന്റെ ഭാഗം പറയുമ്പോൾ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും എല്ലാവരും റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട ബാവുസ്താദ് പറഞ്ഞ പോലെ ഒന്നാമൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വാറിന്റെ സംഭവം അവിടുത്തെ ജീവിതം മൊത്തം ആ ഇഷ്കിനെ അറിയിക്കുന്നതായിരുന്നു. മദീനയിൽ, മക്കയിൽ ദാറുൽ അർഖമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ തുടക്കത്തിൽ ശത്രുക്കളുടെ എതിർപ്പുകൾ ഭയപ്പെട്ടുകൊണ്ട് ദാറുൽ അർഖമിലാണുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നമ്മൾ പുറത്തിറങ്ങണം, നിർബന്ധിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പുറത്തിറങ്ങി. ഇമാം ബുർഹാനുദ്ദീൻ ഹലബി തങ്ങൾ അവിടുത്തെ സീറത്തുൽ ഹലബിയ അല്ലെങ്കിൽ ഇൻസാനുൽ ഉയൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി റസൂലുള്ളാഹിനെ ഇരുത്തിയിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചും ശിർക്കിനെ എതിർത്തുകൊണ്ടും പ്രസംഗിച്ചു. ഉത്ബയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു, അടിക്കുകയും അവിടെ പങ്കെടുത്ത മുസ്ലിമീങ്ങളെ അടിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തള്ളിയിടുകയും ചെയ്തു. രണ്ട് ചെരുപ്പൂരിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങുമിങ്ങും തട്ടിയിട്ടുകൊണ്ട് ചെരുപ്പ് കൊണ്ട് മുഖത്തും മൂക്കിനും അടിച്ചു. മൂക്കിന്റെ പാലം പൊട്ടി മുഖത്തോട് സമമായി നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ടു. അതാ ബനൂത്തയും ഗോത്രക്കാരത് കാണുകയും അവരുമായി ഇടപെട്ട് ശത്രുക്കളെ മാറ്റി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിപ്പിടിച്ച് അവിടുത്തെ ഉപ്പയാകുന്ന മറുഭാഗത്തിന്റെ ആളായ അബൂ ഖുഹാഫയും അതുപോലെ തന്നെ ബനൂത്തയും കൂടെ മഹാനായ സിദ്ദീഖ് തങ്ങളെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കിടത്തി. അതാ അബൂ ഖുഹാഫ വിളിക്കുന്നു, മോനെ. സിദ്ദീഖ് തങ്ങൾ മറുപടി പറയുന്നില്ല. അവരൊക്കെ വിചാരിച്ചു സിദ്ദീഖ് തങ്ങൾ ഇതോടുകൂടെ മരിച്ചു പോകും. അതിയായി പരിക്കേറ്റിട്ടുണ്ട്, മൂക്കൊക്കെ മുഖത്തോട് സമമായി നിൽക്കുന്നു. ഈ രൂപത്തിൽ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ബോധമില്ലാത്ത സിദ്ദീഖ് തങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മയും ഉപ്പയും കുടുംബവും. സിദ്ദീഖ് തങ്ങൾ മറുപടി പറയുന്നില്ല.
ചരിത്രത്തിൽ കാണാം, ഹത്താ യകൂന ആഖിറുൻ നഹാർ, പകലിന്റെ അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ബോധം തിരിച്ചു കിട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ടൈമിൽ ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹ്, സഹോദരന്മാരെ എന്താണ് നബി തങ്ങൾക്ക് പറ്റിയത് എന്നാണ്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് സംഭവിച്ചു, എനിക്ക് സംഭവിച്ചതല്ല വിഷയം, ആ ടൈമിൽ നബിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നായിരുന്നു മഹാനവറുകൾ ആദ്യമായി ചോദിച്ചത്. അവിടുത്തെ മനസ്സിന്റെ അവസ്ഥയായിരുന്നു അത്. അവർ ചോദിക്കുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിനക്ക് എവിടൊക്കെയാണ് വേദനയുള്ളത്, എന്തൊക്കെയാണ് അവസ്ഥ? മുശ്രിക്കായ അന്ന് മുശ്രിക്കായിരുന്ന ഉപ്പയോടാണ് ചോദിക്കുന്നത്, ഉമ്മയോടാണ് ചോദിക്കുന്നത്. മാഫുഇല റസൂലുള്ളാഹ്, മഹാനവറുകളോട് ഈ നിർബന്ധങ്ങൾ കേട്ട് കേട്ട് ഉമ്മ പറയുന്നു, മോനെ ലാ നഅരിഫു മുഹമ്മദൻ വലാ മൻ മഅഹ, മുഹമ്മദ് നബി തങ്ങളെയോ കൂടെയുള്ളവരെയോ ഞങ്ങൾക്കറിയില്ല. ഉടനെ ഉമ്മയോട് പറയുന്നു, ഉമ്മു ജമീലിന്റെ അരികിൽ ചെന്ന് നിങ്ങൾ ഈ വിഷയം അന്വേഷിക്കണം, മുസ്തഫ നബിയുടെ അവസ്ഥ. ഉമ്മു ജമീലിന്റെ അരികിൽ ചെന്ന് പറയുമ്പോൾ ഉമ്മു ജമീൽ ഉമ്മയോട് പറയുന്നു, ലാ അരിഫു മുഹമ്മദൻ വലാ അബൂബക്കർ വലാ ഹദൻ മിൻ അഹ്ലി, എനിക്കാരെയും അറിയുകയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉമ്മു ജമീൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ സിദ്ദീഖ് തങ്ങൾ അരികിലേക്ക് വരണോ? ആഖ്റുജു മഅക്, വരേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ വരണം. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ അരികിൽ വന്ന് സിദ്ദീഖ് തങ്ങളുടെ അവസ്ഥ കണ്ട് ഫസാഹത്ത് പൊട്ടിക്കരയുകയാണ്, മഹദിയായ അട്ടഹസിക്കുകയാണ് ഉമ്മു ജമീൽ. ഇന്നമൻ ഫഅല ഹാദാ ബിക് ലഅഹ്ലു ഫിസ്ഖി സയന്തഖിമുല്ലാഹു മിൻ, നിങ്ങളെ കൊണ്ട് ഈ ചെയ്തവൻ അവൻ തമ്മാടി മാത്രമാണ്, അള്ളാഹു അവനിന്ന് ശിക്ഷ എടുക്കുന്നതാണ്. ബദറിൽ ആ സംഭവം കാണാം, ഉത്ബയെ വീണ് കിടന്ന സംഭവം സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. ഉമ്മു ജമീലിനോട് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, മാ ഫഅല റസൂലുള്ളാഹ്. ഈ സന്ദർഭം നോക്കി മുശ്രിക്കീങ്ങൾ നിൽക്കുന്ന രംഗം കണ്ട് മഹദി അവറുകൾ പറയുന്നു, എനിക്കറിയില്ല സിദ്ദീഖ് തങ്ങളോട്. ഉടനെ തന്നെ മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഹാദിഹി ഉമ്മുക്കി, ഇത് നിന്റെ ഉമ്മയാണ്, നിന്റെ രഹസ്യങ്ങൾ പുറത്തുവിടുകയില്ല, നീ ഇത് തുറന്നു പറയണം. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ സാലിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറ്റാതെ ദാറുൽ അർഖമിൽ, അർഖമിന്റെ വീട്ടിലുണ്ടെന്ന് മഹദിയായ ഉമ്മു ജമീൽ പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, എനിക്ക് നബി തങ്ങളെ കാണണം. അവര് ഭക്ഷണം കൊടുക്കുന്നു, എനിക്ക് വേണ്ട, ലാ ദൂഖു തആമൻ വലാ ശറാബൻ ഔ ആതിയ റസൂലല്ലാഹ്. വൈകുന്നേരം വരെ ബോധം കെട്ട് കിടന്നൊരു വെള്ളം കൂടി കുടിക്കാത്ത സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് എത്തലല്ലാതെ ലക്ഷ്യമില്ല. അവസാനം ഉമ്മയും അതുപോലെ തന്നെ ആ കൂടെയുള്ളവരും കൂടെ കൈത്തണ്ടയിട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. ആളുകളൊക്കെ അടങ്ങട്ടെ മോനെ എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ അടങ്ങിയതിന് ശേഷമാണ് രാത്രിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടുത്തെ ഉമ്മ പറയുന്നു, ഖറജനാ ബിഹി യത്തഖിയു അലൈ, എന്റെ മേൽ ചാരിയാണ് പുറപ്പെടുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലെത്തിയപ്പോൾ ഫറഖലഹു റഖത്തൻ വഅകബ്ബ അലൈഹി, റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ, സിദ്ദീഖ് തങ്ങളുടെ മുഖത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ റസൂലുള്ളാഹി അങ്ങ് മാനസികമായി വേദനിച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ മുകളിൽ അങ്ങ് വീഴുന്നു, ചുംബിച്ചുകൊണ്ട്. വഖബ അലൈഹി മുസ്ലിമൂന കദാലിക് ഫഖാല ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ് മാ ബി മിൻ ബൗസിൻ ഇല്ലാ മാ നാലൻ നാസു മിൻ വജ്ഹി. നബിയെ, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്, തങ്ങളെ രക്ഷിക്കാൻ. എനിക്കിന്ന് ഒന്നുമില്ല നബിയെ, എന്റെ മുഖത്തിന് എന്റെ മൂക്കിന് പറ്റിയതല്ലാതെ എനിക്ക് ഇന്ന് ഒന്നും ഇല്ല നബിയെ. വഹാദി ഉമ്മി ബർറത്തും ബിവലദിഹാ, എന്റെ ഉമ്മയാണിത്, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, എന്നെ വളരെ ദീനിയായി ബിർറ് ചെയ്തവളാണ്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ്. ഫഅസല്ലാഹു അൻ യസ്തൻഖിദഹാ മിനന്നാർ, എനിക്ക് തങ്ങളോട് പറയാനുള്ളത് അല്ലാഹു എന്റെ ഉമ്മയെ നരകത്ത് നിന്ന് കാക്കണമെന്നാണ്. ഉടനെ തന്നെ ഫദഅലഹാ റസൂലുള്ളാഹി വദഅഹാ ഇലൽ ഇസ്ലാം ഫഅസ്ലമത്. ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി ദുആ ചെയ്തു, മഹദി അവர்கள் ഇസ്ലാമിലേക്ക് വന്നു.
പറഞ്ഞുകൊണ്ടുവന്നത്. ഇത് സിദ്ദീഖ് തങ്ങളുടെ ഒരു രംഗമല്ല, മൊത്തം അവിടുത്തെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഹദീസിൽ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിലാണെന്നുണ്ട്. സഹീഹായ ഹദീസാണ്, സ്വഹാബത്തൊക്കെ അറിയുന്നവരാണ്. വഫാത്താകുന്ന ടൈമിൽ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, എന്റെ ജനാസയെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ കൊണ്ടുചെന്ന് റസൂലുള്ളാഹിന്റെ അരികിൽ മറവ് ചെയ്യണം. പക്ഷേ നബി തങ്ങൾക്കത് സമ്മതമാണോ എന്ന് നിങ്ങൾ ചോദിക്കണം. സ്വഹാബത്ത് മഹാനവറുകളുടെ എല്ലാ കർമ്മങ്ങളും കഴിച്ച് അവിടെ കൊണ്ടുവച്ചുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, സിദ്ദീഖ് തങ്ങളുടെ ജനാസയാണിത്, സിദ്ദീഖ് തങ്ങൾ ഇവിടെ മറവ് ചെയ്യട്ടെയോ? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആശിഖിനെ മഅശൂഖിലേക്ക്, ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവരിക.